സിനിമയുടെ തുടക്കത്തിൽ കാടിന് നടുവിനുള്ളൊരു വീടാണ് കാണിക്കുന്നത്. ചുറ്റുഭാഗത്തൊന്നും ആരുമില്ല. പെട്ടെന്ന് തന്നെ ആ വീടിന്റെ ജനല് തകർത്ത് ഒരു പയ്യൻ പുറത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. അവന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ആ കിട്ടിയ സാധനങ്ങളെല്ലാം പറക്കി അവൻ വേഗതയിൽ അവിടെ നോടാനായിട്ട് തുടങ്ങും. അവൻ ഓടിയതിന്റെ പിന്നാലെ തന്നെ മനുഷ്യനെ പോലെ എന്തോ ഒരു മൃഗം, ഒരു മന്ത്രവാദിയാണെന്ന് തോന്നുന്നു. ആ മന്ത്രവാദി അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. ഈ മന്ത്രവാദി പുറത്തിറങ്ങി വന്ന് അവൻ വീട് തകർത്ത് പുറത്തോട്ട് വന്ന് വീണപ്പോൾ അവന്റെ ശരീരം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രക്തം ആ ഗ്ലാസ്സിലെല്ലാം പറ്റിയിരിപ്പുണ്ട്. അതെടുത്ത് നക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ തന്നെ അവൻ കൊണ്ടുവന്ന ഒരു തോക്കും കിടപ്പുണ്ട്. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയപ്പോ ആ തോക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പൊ ഓടിപ്പോയ പയ്യനാണെങ്കിൽ കാട്ടിൽ ഒരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. അവന്റെ ബാഗിൽ നിന്ന് തോക്കെടുക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അതിൽ തോക്കില്ല. അപ്പോഴാണ് അവന് മനസ്സിലാവുക ആ തോക്ക് ആ വീട്ടിൽ തന്നെ കളഞ്ഞു പോയെന്ന്. വീണ്ടും ബാഗിൽ തപ്പിയതിനു ശേഷം കുറച്ചധികം സിൽവർ ബുള്ളറ്റ് അവൻ എടുത്തു വെക്കുന്നുണ്ട്. ആ ബാഗിലുള്ള കുറച്ച് സിൽവർ ബുള്ളറ്റ് ആണ്. അത് എടുത്തു വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ അവന്റെ സൈക്കിൾ ഉണ്ടായിരുന്നു. അതും എടുത്ത് രക്ഷപ്പെടാനായിട്ട് സൈക്കിളിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആകാശത്ത് നിന്ന് എന്തോ പ്രകാശം വരുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലാത്തൊരു ചിരിയും കേൾക്കാം. കട്ട് ചെയ്താൽ രാത്രി സമയമാണ്. ഒരു പോലീസുകാർ കാട്ടിലോട്ട് വരുമ്പോൾ ഈ പയ്യൻ റോഡിൽ അങ്ങനെ നിൽക്കുകയാണ്. പോലീസുകാരൻ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ പയ്യന് യാതൊരു ബോധവുമില്ല. അവനൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നു. അവനെന്തോ ബാധ കൂടിയതുപോലെയാണ് അവിടെ നിൽക്കുന്നത്. അന്ന് രാത്രി തന്നെ ഒരു കാറ് ആ ഒരു ഗ്രാമം വിട്ട്, ഇപ്പൊ നമ്മൾ കണ്ട പയ്യനില്ലേ, ആ പയ്യന്റെ ഗ്രാമം വിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ കാറ് രാവും പകലും ഓടി കുറേയധികം ആൾക്കാരുള്ള സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് നോ എന്നാണ്. അവന് വലിയൊരു റൈറ്റർ ആവണമെന്നാണ് ആഗ്രഹം. അങ്ങനെ അവൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ അവനെ വിളിക്കുന്നത് താഴോട്ട് ചെല്ലാനായിട്ട്. തൽക്കാലത്തേക്ക് അവൻ എഴുതി നിർത്തി താഴെ ചെല്ലും. അവൻ എങ്ങോട്ടോ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കിൾ എടുത്ത് അവിടുന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവന്റെ അമ്മ ഓടി വന്ന് അവനോട് പറയും, ഇന്ന് അമ്മയ്ക്ക് അവന്റെ കൂടെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് സാധിക്കത്തില്ല എന്ന്. എന്തോ ഒരു ഫെസ്റ്റിവലിന് അമ്മ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ടിക്കറ്റും എടുത്തിട്ട്. എന്നാൽ അമ്മയ്ക്ക് ഇന്ന് സമയമില്ലെന്നാണ് അവനോട് പറയുന്നത്. അവനും ആകെ വിഷമിച്ച് അവിടെ നിന്ന് നടന്ന് മാറിപ്പോകുമ്പോൾ അങ്ങോട്ട് ഒരു വയസ്സായ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി നോയയോട് സംസാരിച്ചിട്ട് അമ്മയുടെ അടുത്ത് വരുന്നുണ്ട്. ഈ അമ്മയാണെങ്കിൽ അവരുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ താമസിക്കാനായിട്ടാണ് ഈ മുത്തശ്ശി വന്നിരിക്കുന്നത്. അപ്പൊ മുത്തശ്ശിക്ക് ഇനി മുതൽ അവിടെ താമസിക്കാനായിട്ടും കഴിയും. അങ്ങനെ നോവ നേരെ ചെല്ലുന്ന ഒരു റെസ്റ്റോറന്റിലാണ്. അവിടെ തന്നെ അവനെ കാത്തൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ഇയാൾ പത്ര കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കഥ ഇങ്ങേർക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ അങ്ങേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങേരത് പ്രസിദ്ധീകരിക്കാനും പോകുന്നില്ല. നോവയോട് തുറന്നടിച്ച് തന്നെ പറയാണ്, ഈ കഥയൊന്നും പോരാ, നിന്റെ അച്ഛൻ വലിയൊരു റൈറ്ററാന്ന് പറഞ്ഞ് നിനക്ക് ആ കഴിവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ അപമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് നോവ പോയി ബേസ്ബോൾ കളിക്കും. അവന്റെ കൂടെ തന്നെ കളിക്കാനായിട്ട് അവന് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പൊ ബാറ്റ് ചെയ്യുന്നത് ബഡ്ഡിയാണ്. അങ്ങനെ ബഡ്ഡി ബാറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് ആ കളി അങ്ങ് ജയിക്കുകയാണ്. ഇതിനുശേഷം കളിയൊക്കെ ജയിച്ചിട്ട് ഇവര് തിരിച്ചു വീട്ടിലോട്ട് നടന്നു പോവാണ്. നോയ്ക്കാണെങ്കിൽ വലിയൊരു റൈറ്റർ ആവണമെന്നാണല്ലോ ആഗ്രഹം. ഓരോ കഥകൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നടന്നൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തൊട്ടടുത്തൊരു വീട് കാണുന്നുണ്ട്. അങ്ങനെ നോ ആ വീട്ടിലുള്ള ആളെ പറ്റി ബാക്കിയുള്ള കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. ഈ വീട്ടിലൊരു മനുഷ്യനുണ്ട്. നാട്ടിലുള്ള എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ആ മനുഷ്യൻ അങ്ങേരുടെ മോനെ കൊന്നു എന്നാണ്. കൊന്ന് എവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ അതിന് തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ഇയാളെ വിട്ടയച്ചു. പിന്നീട് ഭാര്യയെല്ലാം വിട്ടുപോയി. ഇയാളുടെ സ്വന്തം മോനെ ഇയാളാണോ കൊന്നേന്ന് അറിയാനായിട്ട് ഈ 4 പിള്ളേരും കൂടെ അയാളുടെ വീടിനുള്ളിലോട്ട് കയറി ചെല്ലും. അവിടെ തന്നെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിനുള്ളിലാണ് ഇവര് 4 പേരും കയറി പരതുന്നത്. അങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോഴാട്ടെ ഇയാളുടെ ശബ്ദം കേൾക്കും. 4 പേരും കൂടെ ഒരു സ്ഥലത്ത് മാറി ഒളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വന്ന് എന്തോ ഒരു കാര്യം നോക്കിയിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. നോ പതിയെ തലപൊക്കി നോക്കുകയാണ് അയാൾ അവിടെ വല്ലതും ഉണ്ടോന്ന്. എന്നാൽ നോക്കുമ്പോഴൊന്നും കാണാനില്ല. പതിയെ സൈഡിലോട്ട് നോക്കുമ്പോഴാവട്ടെ സൈഡിൽ അയാൾ നിൽക്കുന്നു. 4 എണ്ണം കൂടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓടി പുറത്ത് വരുമ്പോഴാവട്ടെ നോയുടെ ബാഗ് എടുക്കാനായിട്ട് അവൻ മറന്നുപോയി. ബഡ്ഡിയോട് അവൻ ബാഗ് എടുത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ നിന്നെ കൊല്ലും കയ്യിൽ കിട്ടിയ, അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, ബാഗിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നോയ്ക്കും പേടിയായിട്ട് അവന് സൈക്കിൾ എടുത്ത് അവിടെ നോടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അന്ന് രാത്രി നോവ അവന്റെ ആ ട്രീ ഹൗസിൽ വന്നിട്ട് എന്തോ റൈറ്റിംഗ്സ് ഒക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ അവനിരുന്ന് എഴുതുമ്പോൾ അവനെ കാണാനായിട്ട് ബഡ്ഡി വന്നിട്ടുണ്ട്. ബഡ്ഡി അവന് കുറച്ചധികം സർപ്രൈസസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവനൊരു ഗെയിം ഷോയ്ക്ക് പോകണമെന്ന് ആഗ്രഹമായിരുന്നല്ലോ. അതിനുള്ള ടിക്കറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൊണ്ടുവന്ന് നോയ്ക്ക് കൊടുക്കും. നോയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് ബഡ്ഡീനെ കെട്ടിപ്പിടിക്കുകയാണ്. അതല്ല, ബഡ്ഡി സന്തോഷപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ബഡ്ഡി ആണെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് കടലിൽ നീന്താനായിട്ട് പോവുകയാണ്. അത് നോയയോട് പറയും. അതുപോലെ തന്നെ കുറച്ചധികം പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആകാശത്ത് കത്തിച്ചു വിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട്. അതും ആ പെൺകുട്ടിയുടെ കൂടെ. നോവ ആ പെൺകുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു പേര് പറയും. അത് കേൾക്കുമ്പോൾ നോയ്ക്ക് ചെറിയൊരു വിഷമാവുന്നുണ്ട്. അവന് നേരത്തെ ആ പെൺകുട്ടി അറിയാവുന്നത് പോലെ അത് കൂട്ടുകാരന് മനസ്സിലായി. ഇവൻ ആ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ടേ ഇഷ്ടമായിരുന്നു. ആർക്ക്? നോയ്ക്ക്. ഇപ്പൊ ബഡ്ഡിക്ക് സെറ്റ് ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ബഡ്ഡി അവനോട് ക്ഷമ പറയും. പക്ഷെ നോയ്ക്ക് അത് വലിയ പ്രശ്നമൊന്നുമല്ല. അവൻ അത് വലിയ കാര്യമായിട്ടും എടുക്കുന്നില്ല. എന്തായാലും കൂട്ടുകാരൻ കടൽ തീരത്ത് പോവുകയാണ്. അവിടെ തന്നെ ആ പെൺകുട്ടി നിപ്പുണ്ട്. ആ പെൺകുട്ടിയെ ചെന്ന് പീഡിപ്പിച്ച് അവൾക്കൊരു സർപ്രൈസും കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ ഓടി കടലിനകത്തോട് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കടലിനുള്ളിൽ നീന്തി ആസ്വദിക്കുന്നുണ്ട്. അവരിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് സൈഡിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാവട്ടെ ഒരു മുത്തശ്ശി പാലത്തിന്റെ മണ്ടയിൽ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് വരുവാണ്, നിങ്ങളെ പിടിക്കാനായിട്ട് വരുവാണെന്ന് പറഞ്ഞ് ആ ഒരു മുത്തശ്ശി വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. ഈ 2 പിള്ളേർക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അവരാകെ പേടിച്ച് വെള്ളത്തിന്റെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം. അതെന്ത് ജീവിയാണ്? മനുഷ്യനാണോ മുത്തശ്ശിയാണോ
ഒന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ കരയിലോട്ട് നീന്താനായിട്ട് തുടങ്ങും. അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള പെൺകുട്ടീനെ ആ ഒരു സാധനം വന്ന് വലിച്ചെടുത്തോണ്ട് പോവാണ്. പക്ഷേ ബഡ്ഡി വിടത്തില്ല. ബഡ്ഡി കടലിന് അടിയിലോട്ട് നീന്തി പോയി അവളെ കണ്ടുപിടിച്ച് അവളെ രക്ഷിച്ച് മുകളിലോട്ട് നീന്തി പോവാണ്. അതും കരയിലോട്ട് നീന്തി പോവാണ്. എന്നാൽ നീന്തി പോകുന്ന നേരത്താവട്ടെ ഈ ബഡ്ഡിനെ പെട്ടെന്ന് തന്നെ ആ ഒരു ജീവി വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. എന്തോ ഒരു മുത്തശ്ശിയാണ്. ബഡ്ഡിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. ഈ പെൺകുട്ടിയും പേടിച്ചിട്ട് അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തോ വലിയൊരു പ്രകാശം. നമ്മൾ ആദ്യം ഒരു പയ്യനെ ഒരു മന്ത്രവാദി ഓട്ടിച്ചുകൊണ്ട് പോയില്ലേ, പിന്നീട് അവനും ഇതുപോലത്തെ ഒരു ലൈറ്റ് ആയിരുന്നു കണ്ടത്. അതേപോലത്തെ ലൈറ്റ് ഈ പെൺകുട്ടി കാണുന്നുണ്ട്. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ മുത്തശ്ശി ഒരു മന്ത്രവാദിയായിരുന്നു. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. നോവ ആണെങ്കിൽ അവന്റെ കൂട്ടുകാരെ കാണാനായിട്ട് വീടിന് പുറത്തോട്ട് ഇറങ്ങി വരും. നോക്കുമ്പോഴാവട്ടെ അവന്റെ ബാഗ് വീടിന് പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അവൻ ആ ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു ബുക്ക് വന്നിട്ടുണ്ട്. അത് മറ്റാരും വെച്ചതല്ല, നേരത്തെ അവന്മാർ വീട്ടിൽ പോയി അലിമ്പുണ്ടാക്കിയ ആ മനുഷ്യൻ തന്നെ വെച്ചതാണ്. ആ ബാഗും എടുത്ത് അവന്റെ സൈക്കിളും എടുത്ത് നേരെ ബഡ്ഡിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ബഡ്ഡിന്റെ വീട്ടിലെല്ലാം പോലീസുകാർ കൂടിയിട്ടുണ്ട്. അവൻ ഇതെന്താണെന്ന് അറിയാനായിട്ട് അവിടുത്തെ പോലീസുകാരുടെ കാറിന്റെ മറവിൽ പോയിരുന്ന് എന്താണ് സംഭവം എന്ന് കേൾക്കുന്നുണ്ട്. അമ്മയോട് അവിടുത്തെ ഒരു പോലീസുകാരൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പയ്യൻ കഴിഞ്ഞ രാത്രി നീന്താൻ പോയിട്ട് കടലില് തിര എടുത്തോണ്ട് പോയതാണെന്ന്. കടലിലെ വെള്ളം അവനെ എടുത്തോണ്ട് പോയതാണ്. അവൻ ഒരുപാട് പേടിച്ചു പോയത് കൊണ്ട് തന്നെ അവനൊന്നും മിണ്ടുന്നുമില്ല. അവന്റെ മാനസിക ആരോഗ്യ നില ചെറിയ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് സമയം കൊടുത്താൽ മതി, പതി റെഡി ആയിക്കുള്ളൂ എന്ന് പോലീസുകാരൻ പറയും. ഈ ഒരു കാര്യമൊക്കെ നോവ കേൾക്കുന്നുണ്ട്. ഇതും കേട്ടിട്ട് നോവ നേരെ ചെല്ലുന്നത് കൂട്ടുകാരന്റെ അടുത്താണ്. കൂട്ടുകാരനെ ചെന്ന് വിളിക്കുമ്പോഴാവട്ടെ, അതായത് ബഡ്ഡിനെ ചെന്ന് വിളിക്കുമ്പോഴാവട്ടെ ബഡ്ഡി ഒന്നും മൈൻഡ് ആകുന്നില്ല. എന്തോ നഷ്ടപ്പെട്ട പോലെ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ബഡ്ഡിയോട് മിണ്ടാൻ നോക്കിയിട്ട് ബഡ്ഡി തിരിച്ചു മിണ്ടുന്നുമില്ല. ഇതെന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് നേരെ പോയി കാണുന്നത് കഴിഞ്ഞ രാത്രി ബഡ്ഡിയുടെ കൂടെ സമയം പങ്കിട്ട് ആ പെൺകുട്ടിയെ കാണാനായിട്ടാണ്. അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ ഒന്ന് സമാധാനിപ്പിച്ച് അവളോട് വിവരം അന്വേഷിക്കും. അവൾക്കും കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല. എന്തോ ഒരു മുത്തശ്ശി പോലത്തെ മനുഷ്യജീവി വെള്ളത്തിലോട്ട് എടുത്ത് ചാടി കുറെ അധികം പ്രകാശം കണ്ടു. പിന്നീട് ബഡ്ഡിക്ക് എന്തോ പറ്റി. ഇതൊക്കെയാണ് അവള് പറയുന്നത്. ഇത് പോലീസിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞിട്ടും പോലീസുകാരൊന്നും വിശ്വസിച്ചില്ല. അവളുടെ പേരൻസ് പോലും വിശ്വസിച്ചില്ല. എനിക്കിത് താങ്ങാൻ വയ്യെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നാകെ വിഷമിച്ച് മാറിപ്പോവാണ്. നോവയ്ക്കും കറക്റ്റ് സംഭവം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ കടൽ തീരത്ത് ചെല്ലും എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ കുറെ അധികം ന്യൂസുകാരൊക്കെ വന്ന് ന്യൂസ് കവർ ചെയ്യുന്നുണ്ട്. അവരെല്ലാരും പറയുന്നത് ആ കുഞ്ഞിപ്പയ്യൻ രാത്രി നീന്താനായിട്ട് വന്നു അവനെ തിര എടുത്തോണ്ട് പോയെന്നാണ്. അങ്ങനെ നോവ ആരും കാണാതെ പതിയെ ആ പാലത്തിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവൻ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാവട്ടെ അവന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഒരു മുത്തശ്ശി അവൻ കാണുന്നുണ്ട്. അവരെന്തിനാണ് ഈ തീരത്ത് നിൽക്കുന്നത് അത് അവൻ അറിയത്തില്ല. എന്തായാലും അവരൊരു ഹായ് കാണിക്കുമ്പോൾ ഇവനും ഒരു ഹായ് തിരിച്ചു കാണിച്ചിട്ട് പതിയെ നടന്ന ആ പാലത്തിന്റെ അടിയിൽ ചെല്ലുമ്പോൾ അവിടെ തന്നെ എന്തോ ഒരു തുണി കിടപ്പുണ്ട്. എന്തോ ഒരു പ്രത്യേകതരം തുണി. അത് അവൻ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവൻ നേരെ കാണാൻ ചെല്ലുന്നത് മോനെ കൊന്നെന്ന് ഇവര് സംശയിച്ച ആ ഒരു മനുഷ്യന്റെ വീട്ടിലാണ്. ആ മനുഷ്യന്റെ പേര് ജീൻ എന്നാണ്. നമുക്ക് ജീൻ എന്ന് തന്നെ പറയാം. അവൻ അങ്ങനെ അയാളുടെ വീട്ടിൽ പരതി നടക്കുമ്പോൾ അയാളെ കാണാനില്ല. പെട്ടെന്ന് അയാൾ വരുമ്പോൾ ഇവനൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഇയാളോട് കാര്യം പറയും. ഞങ്ങൾ വിചാരിച്ചു നിങ്ങളാണ് നിങ്ങളുടെ മോനെ കൊന്നേന്ന്. എന്നാൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊരു ഡിറ്റക്റ്റീവ് അല്ലേ, റിട്ടയർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് അല്ലേ, നമ്മളൊന്ന് സഹായിക്കാമോ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ ഇയാൾ കാര്യമാകുന്നില്ല. ഇയാൾ പതിയെ നടന്ന് ഇയാളുടെ വീടിനകത്ത് കയറിപ്പോയി ഡോർ അടയ്ക്കാണ്. നോയ്ക്ക് ഒന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. നോ ആകെ വിഷമിച്ച് അയാൾ ഒരു ചീത്തയും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവും. പിന്നീട് അവൻ നേരെ ചെല്ലുന്നത് അവന്റെ വീട്ടിൽ തന്നെയാണ്. അമ്മ അവന്റെ കയ്യിൽ കുറച്ച് ഫുഡ് എടുത്ത് മുകളിൽ താമസിക്കുന്ന മുത്തശ്ശിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പറയും. അതുപോലെ പ്രത്യേകം അവനോട് പറയുന്നുണ്ട് ഡോറിൽ കൊട്ടുകയോ അതുപോലെ അവരെ ശല്യം ചെയ്യോ ഒന്നും പാടില്ലാന്ന്. അതുകൊണ്ട് തന്നെ അവൻ ആ ഫുഡും എടുത്ത് ഡോറിന്റെ അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തോ രഹസ്യം പറയുന്ന ശബ്ദം. അതെന്താണെന്ന് അറിയാനായിട്ട് അവൻ ഡോറിൽ കൊട്ടാതെ പതിയൊരു സ്പൂൺ എടുത്ത് ആ സ്പൂൺ ഡോറിന്റെ ഇടയിൽ കൂടി ഇട്ട് അതിനകത്തോട്ട് നോക്കുകയാണ്. നോക്കുമ്പോഴാവട്ടെ ആ മുത്തശ്ശി അവിടെ അങ്ങനെ നിൽക്കുന്നു. അവനെ തുറച്ചു നോക്കിയിട്ട് അവൻ ഇത് സ്പൂണിൽ കണ്ടതും പെട്ടെന്ന് തന്നെ പേടിച്ച് പിറകിലോട്ട് മാറുകയാണ്. അവിടെ നോടി എങ്ങനെയെങ്കിലുമൊക്കെ താഴെറങ്ങി പോകുന്നുണ്ട്. ഇതേ നേരം ജീനാണെങ്കിൽ വീട്ടിലിരുന്ന് ഭാര്യയുടെയും മോന്റെയും വീഡിയോ കാണുകയാണ്. അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. മോൻ മരിച്ചതിന് ശേഷം ഭാര്യയും ഇയാളെ കളഞ്ഞിട്ട് പോയി. ആ ഒരു വിഷമത്തിലാണ്. രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് തോന്നിയപ്പോൾ ഭാര്യ ഇയാളെ കളഞ്ഞിട്ട് പോയി. മോൻ മരിച്ചതിന് ശേഷം പിറ്റേ ദിവസം നോവ വന്ന് ബേസ്ബോൾ കളിക്കുകയാണ്. എന്നാൽ അവന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അവിടെ തന്നെ ഒരു ഗുണ്ടു മനുഷ്യൻ നിൽപ്പുണ്ട്. അയാളാണ് ഇവരുടെ എല്ലാവരെയും കോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നോ ആകെ വിഷമിച്ച് മാറി നിൽക്കുമ്പോഴോട്ടെ നോയനെ കാണാനായിട്ട് ജീൻ വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്നല്ലേ, കഴിഞ്ഞ ദിവസം TV കണ്ടില്ലേ, ജീനിനും ഇതുപോലത്തെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ സ്വന്തം മോനെ പോലെ കരുതി അവനെ സഹായിക്കാന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. നോയോട് പറയും ഞാൻ ആ കുഞ്ഞു പയ്യനെ പോയി കണ്ടോളാം, എന്താണ് പ്രശ്നം നോക്കിയിട്ട് നമുക്ക് ഈ ഏരിയ എല്ലാം പരിശോധിച്ച് കണ്ടുപിടിക്കാന്ന്. അങ്ങനെ നോവ അയാളെയും വിളിച്ച് നേരെ ബഡ്ഡിയുടെ വീട്ടിൽ വരും. നാട്ടുകാരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഈ ജീനാണെങ്കിൽ മോനെ കൊന്നു, ഒരു കൊലപാതകിയാണ്, കോടതി വെറുതെ വിട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഒളിച്ചും പാത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ബഡ്ഡിനെ വന്ന് കാണും ഈ ഒരു ഡിറ്റക്റ്റീവ് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ബഡ്ഡി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. ഇത് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ജീനാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവും. നോവ പിന്നാലെ ചെല്ലും. പക്ഷെ അയാൾ കേൾക്കില്ല. നോവ തിരിച്ചു വന്ന് ബഡ്ഡിയോട് ചോദിക്കും എന്തുകൊണ്ടാണ് നീ സത്യങ്ങളൊന്നും അയാളോട് പറയാത്തത്, അവിടെ എന്താണ് നടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബഡ്ഡി പറയും ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ
മാത്രമേ കണ്ടുള്ളൂ. എന്നെ എന്തോ വലിച്ചോണ്ട് പോയി. കുറച്ച് വെളിച്ചം കണ്ടു. ഇത്ര അറിയത്തോളം അവൻ പറയും. ഈ ഒരു ബഡ്ഡി കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ യാതൊരു വികാരവും ഇല്ല. അവൻ എല്ലാ വികാരങ്ങളും നഷ്ടപ്പെട്ടതുപോലെ. കട്ട് ചെയ്താൽ നോയയുടെ വീട്ടില് ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ മുത്തശ്ശി നോയയുടെ അനിയത്തിയോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അതായത് ആ കുട്ടിയോട് കൂട്ടുകൂടാൻ പോകുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഈ നേരം നോയ അമ്മയും കൂടെ താഴെ നിന്ന് വഴക്ക് കൂടാണ്. അതും അച്ഛന്റെ പേര് പറഞ്ഞിട്ടാണ്. ഈ നോയ റൈറ്ററായിട്ട് പോകാൻ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുന്നു പറയുമ്പോൾ നോയ്ക്ക് ഒരു റൈറ്റർ ആവാനായിട്ടാണ് ആഗ്രഹം. എന്തായാലും ഈ വഴക്ക് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവര് മുകളിലോട്ട് നോക്കുമ്പോൾ അനീതിയെ മാത്രമേ കാണുന്നുള്ളൂ. ആ മുത്തശ്ശിനെ കാണുന്നില്ല. അനീതിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു മുത്തശ്ശി സംസാരിച്ചിട്ടും അനീതിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നീട് നോ അവന്റെ ക്യാമ്പ് ഹൗസിൽ വരുന്നുണ്ട്, ആ ഒരു ട്രീ ഹൗസ്. അവിടെ വന്നിട്ട് അവന്റെ 2 കൂട്ടുകാരെ കൂടെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ ഒരു പെൺകൂട്ടുകാരിയും അതുപോലെ തന്നെ മറ്റേ ആൺകൂട്ടുകാരനും. ഇവരുടെ അടുത്ത് രണ്ടും എടുത്ത് അവൻ പറയുന്നുണ്ട്, ഇവിടെ വിച്ചസ് ഉണ്ട്, അതായത് മന്ത്രവാദികളുണ്ട്. ആ മന്ത്രവാദികളാണ് കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ബഡ്ഡിക്കും അത് തന്നെയാണ് പറ്റിയതെന്ന്. എന്നാൽ ഈ 2 പിള്ളേർ അത് വിശ്വസിക്കുന്നില്ല. നീ പോടാ, മന്ത്രവാദികളൊന്നുമില്ല, നിന്റെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം നീ ഇങ്ങനാണ്, അതുകൊണ്ട് നീ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ നോയ്ക്ക് വിഷമാവും. ഇവരാരും മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലല്ലോ. നോ ആകെ വിഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. അന്ന് രാത്രി കടൽ തീരത്ത് കുറച്ചധികം കുട്ടികള് ഒരു ചെറിയ തീയൊക്കെ ഇട്ട് അതിന് ചുറ്റും കൂടിയിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു പയ്യനുണ്ട്. ആ പയ്യനാണെങ്കിൽ ചുറ്റും നോക്കുമ്പോൾ സൈഡിലായിട്ട് ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ആ പെൺകുട്ടിക്ക് അവന്റെ മേലെ ഒരു കണ്ണുണ്ട്. അവള് പതിയെ പതിയെ അവനെ നോക്കിയിട്ട് കാടിനുള്ളിലോട്ട് നടന്നു പോകും. ഇവനും അവൾ അവനെ വിളിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് അവളുടെ പിന്നാലെ നടന്നു ചെല്ലുകയാണ്. ഒരു സ്ഥലത്ത് ചെന്ന് അവളെ നോക്കി അങ്ങനെ നിൽക്കും. അവള് പതിയെ അവനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അവനെ അതിന് നിന്ന് കൊടുക്കുകയാണ്. ഇവള് വീണ്ടും അവനെ വിളിച്ച് കാടിനുള്ളിലോട്ട് നടന്നു പോവാണ്. ഇവനും പിന്നാലെ ചെന്ന് അങ്ങോട്ട് പോയതും എന്തോ ഒരു പ്രകാശം പ്രകാശിക്കുന്നു. വലിയൊരു വെളിച്ചം പ്രകാശിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു പ്രകാശം. അതായത് ഈ പെൺകുട്ടിയുടെ രൂപത്തിൽ വന്നത് ഒരു മന്ത്രവാദിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തൊരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് തന്നെ പണ്ട് പട്ടാളക്കാര് കുറേയധികം മൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേതോ ഒരു മൈൻ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ സ്ഫോടനം കണ്ടതും. അങ്ങനെ ഈ സ്ഫോടനം നടന്ന വാർത്തയെല്ലാം പിറ്റേ ദിവസം ടിവിയിൽ വരുന്നുണ്ട്. ഇത് നോവ കണ്ടോണ്ട് നിൽക്കുമ്പോൾ അവന്റെ വീട്ടിലെ ഫോണിൽ അവൻ ആരോ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുമ്പോൾ അത് ജീനാണ്. വീട്ടിലറിഞ്ഞ പ്രശ്നമാണ്, പുറത്തുള്ള മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുന്നതെന്ന് അറിഞ്ഞാല്. അതുകൊണ്ട് തന്നെ നോവ പതിയെ ഫോൺ എടുത്ത് സംസാരിക്കും. ജീൻ നോയനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കാട്ടിൽ വെച്ച്. അതുകൊണ്ട് തന്നെ നോയെ ആ ഒരു ജീനും കൂടെ കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ജീൻ ഞാൻ പോയി കാടിൽ അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കാടിനുള്ളിലോട്ട് പോകും. നോയനെ കൊണ്ടുപോകുന്നില്ല. എന്നാൽ നോവ ആരാമോൻ നോവൻ പിന്നാലെ എങ്ങനെയെങ്കിലുമൊക്കെ ചെല്ലുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കാടിനുള്ളിൽ അങ്ങനെ പരതി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കാട്ടിനുള്ളിൽ എന്താണ് സംഭവിച്ചത്, ആ പയ്യൻ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയണം. പിന്നെ ആ പയ്യൻ മരണപ്പെട്ടു പോയിട്ടില്ല, അവന് ജീവനുണ്ട്. അങ്ങനെ ഇവർ നടന്ന് ആ സ്ഫോടനം നടന്ന സ്ഥലത്ത് ചെല്ലും. ഈ ജീനാണെങ്കിൽ അവിടെ വലിയൊരു കുഴിയുണ്ടെന്ന് അറിയാതെ ആ കുഴിയിൽ പോയി വീഴുന്നുണ്ട്. ആ സ്ഫോടനം നടന്ന കുഴിയിൽ പോയി വീഴുന്നുണ്ട്. നോവ നോക്കുമ്പോഴാവട്ടെ തൊട്ട് സൈഡിൽ നിന്നൊരു ചൂല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വടിയും. ആ വടി നമ്മുടെ ജീൻ്റെയിലാണ് കിട്ടിയത്. നോവ കൊണ്ടുവന്ന ആ ചൂല് ആ വടിയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നോക്കുമ്പോൾ ഒരു ചൂല് പോലാണ്, വലിയൊരു ചൂല് പോലെ, മന്ത്രവാദികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചൂല് പോലെ. നോവ പറയാനായിട്ട് തുടങ്ങും, ഈ കുട്ടികളെ എല്ലാം ഇങ്ങനെ ആക്കുന്നത് ഒരു മന്ത്രവാദിയാണ്, എന്നെ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ജീനുണ്ടോ ഇത് വിശ്വസിക്കുന്ന? ഒരിക്കലും ഇല്ല, മന്ത്രവാദി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ജീൻ അവിടെ നിന്ന് മാറിപ്പോവും. പിന്നീട് നോവ നേരെ പോയി കാണുന്നത് അവന്റെ 2 കൂട്ടുകാരെയാണ്. ബഡ്ഡി ഇപ്പം വികാരമൊന്നും ഇല്ലാതെ വീട്ടിലിരിപ്പുണ്ട്. ഈ 2 പേരെടുത്ത് ജീനിനെ കാണാനായിട്ട് പറയും. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും കൂടെ ജീനിനെ കാണാനായിട്ട് വരും. ജീനാണെങ്കിൽ അങ്ങോട്ട് വരുമ്പോൾ കൂട്ടുകാരിയും കൂടെ ബേസ് ബാറ്റൊക്കെ എടുത്ത് അടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇയാളൊരു കില്ലറാന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇയാൾ കില്ലറൊന്നുമല്ല. ഇവർ 3 പേരും കൂടെ ആ ഒരു മനുഷ്യനോട്, ജീനിനോട് വന്ന കാര്യം സംസാരിക്കും. ഇതാണൊക്കെ കുട്ടികൾ കാണാതെ പോകുന്നത്, ഇവിടെ മന്ത്രവാദികളുണ്ട്, ആ മന്ത്രവാദികളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ജീൻ ഇത് കളിതമാശയായിട്ട് എടുക്കുകയാണ്, കുട്ടികളുടെ കളിതമാശയായിട്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും മനുഷ്യനാണെങ്കിലോ ഈ കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ട്രോമ കൊടുക്കുമ്പോഴാവട്ടെ ഇങ്ങനെ ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജീൻ ചിന്തിക്കുന്നത്. എന്തായാലും ഈ ഐലൻഡിൽ ഒന്ന് തിരയാന്ന് ജീൻ പറയുന്നുണ്ട്. ജീൻ ഇതും പറഞ്ഞു പോകാനായിട്ട് നിൽക്കുമ്പോൾ നോവ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ തന്ന ബുക്ക് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരട്ടോ എന്ന്. എന്നാൽ ജീൻ അത് അവന് കൊടുത്തതാണ്. കാരണം ഇവൻ നല്ലൊരു റൈറ്റർ ആവുമെന്ന് അന്ന് ഇവന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ജീനിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജീൻ കൊടുത്ത ബുക്കാണ്. ആ ബാഗിൽ കുറച്ചധികം കഥകൾ നോവ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിട്ടാണ് ജീൻ അങ്ങനെ ഒരു സമ്മാനം അവന് കൊടുത്തത്. അന്ന് രാത്രി നോവ വീട്ടിൽ വന്നിട്ട് അവന്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. നോക്കി അവന്റെ വീട്ടിൽ തന്നെ നോക്കുമ്പോഴാവട്ടെ അവന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ മുത്തശ്ശിയില്ലേ, ആ മുത്തശ്ശിയുടെ റൂമിൽ വെളിച്ചമുണ്ട്. അവരിങ്ങനെ ജനലിൽ വന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ പേടിച്ച് പിന്നിലോട്ട് മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീണ്ടും ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോൾ അവർ ലൈറ്റ് കാണിച്ച് ആ റൂമിൽ നിന്ന് എങ്ങോട്ടോ ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പോഴാണ് തക്ക സമയം എന്ന് മനസ്സിലാക്കി അവൻ നേരെ ആ മുത്തശ്ശിയുടെ റൂമിൽ ചെല്ലുന്നുണ്ട്. കാരണം മുത്തശ്ശി അവിടെ ഇല്ലല്ലോ. ആ മുത്തശ്ശിയുടെ റൂം എല്ലാം പരതി നോക്കുമ്പോൾ കുറേയധികം കുട്ടികളുടെ ഫോട്ടോയും അതുപോലെ തന്നെ കുറച്ചധികം കുട്ടികളുടെ പേരും ഉണ്ട്. അവൻ ഇതെല്ലാം പരിശോധിക്കും. അതുപോലെ തന്നെ അവൻ റൂമിലോട്ട് അവന്റെ ഒരു കഥാപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവൻ ഡെസ്കിൽ വെക്കുകയും ചെയ്തു. അവൻ ഇതെല്ലാം പരതിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു മുത്തശ്ശി അങ്ങോട്ട് വരുന്ന ശബ്ദം അവൻ കേൾക്കുക. പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു അലമാരി കയറിയ ഒളിച്ചിരിക്കും. ആ മുത്തശ്ശി റൂമിൽ വന്ന്
എന്തോ ഒരു സംശയപ്പെട്ട് അവിടെ എല്ലാം നോക്കും. എന്നാൽ അവർക്ക് വലിയ സംശയമൊന്നുമില്ല. ഈ ജീനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഈ മുത്തശ്ശി അവന്റെ ടേബിളിൽ വെച്ചേക്കുന്ന ബുക്ക് വല്ലതും കണ്ടാലോ, അവന് ഈ ഓടിയ സമയത്ത് ആ ബുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ പേടിയിൽ നിൽക്കുമ്പോൾ വന്ന മുത്തശ്ശി ഒരു ഷോളും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. നോവ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. പിറ്റേ ദിവസം നോവ കൂട്ടുകാരെ വിളിച്ചു കൂട്ടി ഈ ഒരു മുത്തശ്ശീനെ നിരീക്ഷിക്കാനായിട്ട് ഒരു കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. ഈ മുത്തശ്ശി എങ്ങോട്ടാണോ പോകുന്നത് അവരുടെ പിന്നാലെ തന്നെ ഈ 3 പിള്ളേരും കൂടെ സൈക്കിൾ എടുത്ത് ചെല്ലും. ആ മുത്തശ്ശി ഒരു സൈക്കിളിലാണ് പോകുന്നത്. അവരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ ചെല്ലും. ഈ 3 പിള്ളേരുടെ കയ്യിലും ക്യാമറയും കുറച്ച് സെറ്റപ്പുകളും ഉണ്ട്. ഈ മുത്തശ്ശി ആരാണ്? ഇനിയിപ്പോ മന്ത്രവാദിയാണെങ്കിൽ അത് വീഡിയോ എടുത്ത് പോലീസുകാരെ കാണിച്ചു കൊടുത്താൽ പോരെ. ഇനിയിപ്പോ ഈ മന്ത്രവാദി കുട്ടികളെ പിടിച്ച് അവരുടെ ആത്മാവിനെ തിന്നുന്നത് കൊണ്ടാവാം ചിലപ്പോൾ അവരുടെ വികാരങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്ത് പോകും. ഫോളോ ചെയ്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ മുത്തശ്ശിയാണെങ്കിൽ എങ്ങോട്ടും നടന്നു കയറുന്നുണ്ട്. അവിടെ തന്നെ ഒരു കുഞ്ഞു നിപ്പുണ്ട്. ആ കുഞ്ഞിന്റെ ദേഹത്ത് കൈവയ്ക്കാനായിട്ട് ഈ മുത്തശ്ശി പോകുമ്പോൾ നോവ പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശീനെ തള്ളി മാറ്റി താഴെ തള്ളിയിടുകയാണ്. ഉടനടി ബാക്കി 2 കൂട്ടുകാരും കൂടെ വന്ന് അവരുടെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങും. നോവ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴോട്ടെ കുറേയധികം മനുഷ്യർ അവിടെ ഇരിപ്പുണ്ട്. ഇതൊരു സ്റ്റേജ് ആയിരുന്നു. എല്ലാവരോടും നോവ മൈക്ക് എടുത്തിട്ട് പറയും ഇവരൊരു മന്ത്രവാദിയാണ്, കുട്ടികളെ തിന്നുന്ന മന്ത്രവാദികളാണെന്ന്. എല്ലാവരും ഇത് കേട്ട് ചിരിക്കും. ആ മുത്തശ്ശി എണിച്ചിട്ട് പറയാനായിട്ട് തുടങ്ങും ഇവരൊരു കുട്ടികളുടെ കോമിക് ബുക്ക് എഴുതുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ട് വേണം എഴുതാൻ. അതുകൊണ്ടാണ് കുറച്ചധികം കുട്ടികളുടെ പേര് എടുത്തു വെച്ചത്, അവരുടെ ഫോട്ടോ വരച്ചു വെച്ചത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നോയോട് പറയും. അത് കേൾക്കുമ്പോഴാണ് നോയ്ക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുക. സ്റ്റേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നോയോട് ഇറങ്ങിപ്പോകാൻ പറയും. നോയും കൂട്ടുകാരും അവിടെ നിന്ന് ചമ്മി നാറി ഇറങ്ങിപ്പോവാണ്. പിന്നീട് എന്താ നടക്കുക? നോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശി അമ്മേനെ വിളിച്ചു വരുത്തി ഇനി അവന്റെ വീട്ടിൽ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് മാറിപ്പോവാണ്. അവരറിയാതെ അവരുടെ റൂമിൽ കയറി ഓരോ കാര്യങ്ങൾ എടുത്തു, അവരെ ശല്യം ചെയ്തു എന്നുള്ള കാരണം പറഞ്ഞ് അവരവിടെ നിന്ന് മാറിപ്പോവാണ്. നോയ്ക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി ആകെ വിഷമിച്ച് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയോട് ക്ഷമ പറയും. എന്നാൽ അമ്മയുടെ വരുമാന മാർഗ്ഗമാണ് നഷ്ടപ്പെട്ടു പോയത്. അമ്മ അവനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയും. അങ്ങനെ അവനും ആകെ വിഷമിച്ച് നേരെ ചെല്ലുന്നതാവട്ടെ ജീന്റെ വീട്ടിലാണ്. ജീൻ അവിടെ ഇരുന്ന് TV കാണുമായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അകത്ത് കയറിയിരിക്കും. നോയും ജീനും കൂടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. ആരെയും തെളിവില്ലാതെ സംശയിക്കാൻ പാടില്ല എന്ന് ജീൻ നോയോട് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശേഷം ജീൻ നോയുടെ അച്ഛനെ പറ്റി തിരക്കും. അങ്ങനെ നോയുടെ അച്ഛനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നോയുടെ അച്ഛൻ ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്ത് കറങ്ങി നടന്ന് ഓരോ കാര്യങ്ങൾ എഴുതുമായിരുന്നു. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. നോയ്ക്ക് നല്ല വിഷമമായി. ഇതിനുശേഷം നോയുടെ വിഷമം മാറ്റാനായിട്ട് ജീൻ ഒരു കാര്യം പറയും. ജീൻ പണ്ടൊരു ദിവസം ജീന്റെ കുട്ടീനെയും കൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടയർ പഞ്ചറായി. അങ്ങനെ ടയർ മാറ്റാനായിട്ട് കാർ ഒതുക്കിയതിനു ശേഷം ടയർ മാറ്റുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ബൈക്കാരൻ വന്ന് ഈ കുഞ്ഞിനെ വണ്ടിയിൽ നിന്ന് എടുത്ത് ബൈക്ക് ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ജീനിന് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ടയർ മാറുമായിരുന്നു. പെട്ടെന്ന് തന്നെ കാറും എടുത്ത് ആ ഒരു ബൈക്കാരന്റെ പിന്നാലെ ചെന്നു. എന്നാൽ കാറിന് ഒരു വീലില്ല. അത് മാറിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു കുട്ടീനെ തട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ ഈ ഒരു വീലില്ലാതെ ഓടിച്ചത് കൊണ്ട് തന്നെ കാറിന്റെ കൺട്രോൾ തെറ്റി മരത്തിൽ പോയി ഇടിച്ച് കുട്ടീനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ഇത് നടന്നിട്ട് 30 വർഷമായി. ഇപ്പൊ ആ കുട്ടി ഇങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 40 വയസ്സ് കണ്ടേനെ. ഇതൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ വിഷമിക്കുകയാണ്. ഇതേ നേരം ഇവർ രണ്ടുപേരും ഉള്ള ടൗൺ കാണിക്കുവാണെങ്കിൽ ആ ടൗണിൽ നമ്മൾ ആദ്യം കണ്ട ഒരു കാറില്ലേ, ആ കാർ അതുവഴി അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് കാറ് നിർത്തിയിട്ട് വലിയൊരു പ്രകാശം പുറപ്പെടുവിപ്പിക്കുകയാണ്. ആ ഒരു പ്രകാശം ആ കുട്ടിയുടെ ദേഹത്ത് തട്ടിയതും ആ കാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. കാറ് പോയതിനു ശേഷം ഇത്രയും നേരം ചിരിച്ചു കളിച്ചിരുന്ന കുട്ടിക്ക് ഒരു വികാരം ഇല്ലാതെ സ്റ്റക്കായതുപോലെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ജീനിനെയും അതുപോലെ തന്നെ നോയനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ പോയി അവിടുത്തെ ചീഫിനെയും പിന്നെ ആ ഒരു പത്രത്തിൽ ന്യൂസൊക്കെ കൊടുക്കുന്ന അയാളെയും പോയി കാണുകയാണ്. അവരോട് കാര്യം പറയും. ഇവിടുത്തെ കുട്ടികൾക്ക് ആരോ എതിര് നിൽക്കുന്നുണ്ട്, ആരോ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, അവരുടെ മനസ്സിലോട്ട് ട്രോമ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. എന്നാൽ ഈ പത്രക്കാരൻ ഇത് വലിയ കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ജീനിന് ദേഷ്യം വന്ന് ഈ പത്രക്കാരനുമായിട്ട് ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. ചീഫാണ് വന്ന് പിടിച്ചു മാറ്റുക. ഈ വഴക്ക് കണ്ടിട്ട് നോവ വിളിച്ചു പറയും ഇതിന്റെ പിന്നിലല്ല ഒരു മന്ത്രവാദിയാണ്, ആ മന്ത്രവാദിനെ പിടിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. എന്നാൽ ചീഫും പത്രക്കാരനും ഇതെന്തോ മണ്ടത്തരമാണെന്നാണ് കരുതുക. ജീനിന് നന്നായിട്ട് അറിയാം നോവ പറയുന്നത് വേറെ ആരും വിശ്വസിക്കത്തില്ല, ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ വിശ്വസിക്കോ. അതുകൊണ്ട് തന്നെ ജീൻ ബാക്കിയുള്ള ആൾക്കാരോട് പറയും നോ ഒരു കുഞ്ഞു പയ്യനാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നുന്നത്, മന്ത്രവാദിയൊന്നുമല്ല, ഏതോ ഒരു മനുഷ്യൻ തന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നോയ്ക്ക് ആകെ വിഷമം വന്ന് അവൻ ആ കടയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി സൈക്കിളും ചവിട്ടി പോകും. അവൻ സൈക്കിൾ ഓട്ടി പോകുന്ന നേരത്ത് അവന്റെ 2 കൂട്ടുകാരെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കിൾ നിർത്തി അവരോട് സംസാരിക്കും. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇവർ പറയുന്നത് മറ്റൊന്നുമല്ല, ഇവരുടെ മാതാപിതാക്കൾ പറഞ്ഞു ഇനി തൊട്ട് നോയുടെ കൂടെ കൂട്ടുകൂടാനായിട്ട് പാടില്ല, അവനൊരു മോശപ്പെട്ട പയ്യനാണ്, ഒരു സ്റ്റേജിൽ പോയി വഴക്കുണ്ടാക്കി, അതുകൊണ്ട് നിന്റെ കൂടെ കൂട്ടുകൂടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൻ ആകെ വിഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോവാണ്. നേരെ ചെല്ലുന്നതാവട്ടെ ഒരു കടൽ തീരത്താണ്. അവിടെ ചെന്ന് അവൻ ഇത്രയും നാൾ റിസർച്ച് ചെയ്ത പേപ്പർ എല്ലാം കടലിലോട്ട് വലിച്ചെറിയും. അത്രയും ദേഷ്യം വന്നിട്ടുണ്ട്. ആരോട് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല, മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നോയ്ക്ക് വിഷമം വന്നിട്ടാണ് ഈ കാര്യം ചെയ്തത്. അന്ന് രാത്രി നോ സൈക്കിൾ ഓട്ടി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ കാടിനുള്ളിൽ അവന്റെ കൂട്ടുകാരന്റെ സൈക്കിൾ കിടക്കുന്നു. അതെന്താണെന്ന് അറിയാനായിട്ട് അവൻ അവിടെ ചെന്ന് നോക്കും. കൂട്ടുകാരൻ
കാടിനുള്ളിലുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നോവ പതിയെ പതിയെ നടന്ന് കാടിനുള്ളിൽ കയറും. എന്തോ ഒരു ശബ്ദം കേട്ട് സൈഡിലോട്ട് നോക്കുമ്പോഴാവട്ടെ ഒരു മരച്ചൂട്ടിൽ കൂട്ടുകാരൻ ഇരിപ്പുണ്ട്. കൂട്ടുകാരൻ എന്തോ കണ്ട് പേടിച്ചതുപോലെ ഇരിപ്പുണ്ട്. കൂട്ടുകാരനോട് ചോദിക്കും എന്താ പറ്റിയെന്ന്. കൂട്ടുകാരൻ ദൂരോട്ട് കൈ ചൂണ്ടി കാണിക്കുമ്പോഴാവട്ടെ ഒരു മന്ത്രവാദി അവിടെ നിൽക്കുന്നു. തൊപ്പി വെച്ചൊരു മന്ത്രവാദി. നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ തിന്നോടാന്ന് പറഞ്ഞ ആ മന്ത്രവാദി അടുത്തോട്ട് വരുമ്പോ നോവ കുറച്ച് ധൈര്യം സംഘടിപ്പിച്ച് കൂട്ടുകാരനെയും വലിച്ചെടുത്ത് അവിടെ ഓടി പുറത്തോട്ട് പോകും. രണ്ടുപേരും കൂടെ നല്ല വേഗതയിൽ ഓടി എങ്ങനെ പുറത്ത് വരുന്നുണ്ട്. പുറത്ത് വരുമ്പോഴായിരിക്കും കൂട്ടുകാരന് വിശ്വാസം വരിക. മന്ത്രവാദികളുണ്ട്, നോവ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന്. നോവ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. എടാ മന്ത്രവാദികളുണ്ട്, ഇതിന്റെ പിന്നിൽ പോയ മന്ത്രവാദികളെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും, വലിയൊരു കഥ തന്നെ എഴുതാനായിട്ട് പറ്റുമെന്ന്. കൂട്ടുകാരനാകെ ദേഷ്യം വന്ന് അവന്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് സൈക്കിൾ എടുത്ത് പോവാണ്. കൂട്ടുകാരനാകെ പേടിച്ചു പോയിട്ടുണ്ട്. നോവ ഈ അടി കൊണ്ട് താടി ഇരിക്കുന്ന നേരത്ത് നോവ അവന്റെ ഷൂ നോക്കുമ്പോഴാവട്ടെ അവന്റെ ഷൂവിൽ പ്രത്യേകതരം കറ പറ്റിയിട്ടുണ്ട്. ഒരു റെഡ് ആൽഗയുടെ കറയാണ് പറ്റിയിരിക്കുന്നത്. എന്തായാലും അത് നോക്കിയിട്ട് അവൻ സൈക്കിൾ എടുത്ത് വീണ്ടും ചവിട്ടി പോകും. ഈ ചവിട്ടി പോകുമ്പോഴാവട്ടെ അവന്റെ പിന്നാലെ കാറും കൊണ്ട് ഒരാൾ അവനെ ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. ആ കാറ് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കുട്ടികളെ സമീപിക്കുന്ന ആ കാറാണ്. ആ കാറ് നോവേനെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ നോവ എങ്ങനെയെങ്കിലൊക്കെ സ്പീഡ് കൂട്ടി സൈക്കിൾ ചവിട്ടി നേരെ ചെല്ലുന്നതാവട്ടെ ജീന്റെ വീട്ടിലാണ്. ഓടിപ്പടച്ച് വന്ന് ജീനോട് വിവരം പറയും. ജീൻ ആകെ വെപ്രാളപ്പെട്ട് പുറത്തോട്ട് പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരു കാർ പുറത്ത് കാണുന്നില്ല. എന്തായാലും നോവ പോകാനായിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്ന് റെസ്റ്റോറന്റിൽ വെച്ച് നോവയെ അപമാനിച്ചാണല്ലോ ജീൻ സംസാരിച്ചത്. നോവ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തില്ലല്ലേ. അതുകൊണ്ട് തന്നെ നോവ പോകാനായിട്ട് നിൽക്കുമ്പോൾ ജീൻ ആണെങ്കിൽ അവനെ പിടിച്ചു നിർത്തി സമാധാനപ്പെടുത്തും. അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ വിശ്വസിക്കത്തില്ല. ഞാൻ നിന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞ് അവന് കൈ കൊടുത്ത് രണ്ടുപേരും കൂടെ കൂടുതൽ അന്വേഷിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇവർ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി വേറെ കുറച്ച് കുട്ടികൾക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടികളെ ബോഡി ഉൾപ്പെടെ കാണാതെ പോയിട്ടുണ്ട്. ഈ ഇടയ്ക്കാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനൊരു അസുഖം പിടിപെട്ടതുപോലെ എല്ലാ വികാരങ്ങളും നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കാനായിട്ട് തുടങ്ങിയത്. കുറെ അധികം കുട്ടികളുണ്ട്. അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവർക്ക് രണ്ടുപേർക്കും ഉറപ്പാണ് ഇവിടെ എന്തൊക്കെയോ മന്ത്രവാദി പോലത്തെ സംഭവമുണ്ട്, ഈ കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. എന്തായാലും ഈ ഒരു കാര്യമൊക്കെ അന്വേഷിച്ചതിന് ശേഷം നോവ നേരെ ചെല്ലുന്നത് വീട്ടിലാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അവനെ പിടിച്ച് അടുത്തിരുത്തും. അവനോട് സംസാരിക്കും. ഒരു പെട്ടി കൊണ്ടുവന്ന് അവന് കൊടുക്കുകയാണ്. ആ പെട്ടിയിൽ മുഴുവൻ നോയയുടെ അച്ഛന്റെ സാധനങ്ങളാണ്. നോയയുടെ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നല്ലോ നോവ വലിയൊരു എഴുത്തുകാരനാവണമെന്ന്. കാരണം നോയയുടെ അമ്മ നോയയുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ എഴുത്തിന്റെ പിന്നാലെ നടന്നത് കൊണ്ടാണ് അയാൾക്ക് മരണം സംഭവിച്ചത്. അതുകൊണ്ട് മോനും അങ്ങനെ ഒരു വിധി വരാതിരിക്കാനായിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അമ്മയുടെ മനസ്സ് മാറിയിട്ടുണ്ട്. നോയയുടെ ആഗ്രഹപ്രകാരം പോകാനായിട്ട് അമ്മ പറയും. അതുപോലെ തന്നെ അച്ഛന്റെ കുറച്ച് സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. നോയ്ക്ക് ആകെ സന്തോഷം വന്നിട്ട് അമ്മേനെ കെട്ടിപ്പിടിക്കുകയാണ്. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അവന് സന്തോഷവും വിഷമവും എല്ലാം ഒരുമിച്ച് വന്നതുപോലെ. ഈ നേരം ജീനാണെങ്കിൽ വീട്ടിലിരുന്ന് കുറെ അധികം കേസിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. മാപ്പിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ കുത്തിവെക്കുന്നുണ്ട്. കുറച്ചധികം കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പയ്യന് കൂടുതലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവനെ പോയി കണ്ടാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും. അതിനുള്ള പ്ലാനൊക്കെ എടുത്തിട്ട് അന്ന് രാത്രി പോയി കിടന്ന് ഉറങ്ങും. ഈ ഉറങ്ങുന്ന നേരത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ജീന്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ജീൻ കുറച്ച് കാര്യങ്ങൾ കുത്തിവെച്ചില്ലായിരുന്നു മാപ്പിനകത്ത്, അതൊക്കെ ഊരി തെറിച്ച് പോകുന്നുണ്ട്. ടി വി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയാണ്. ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് ജീൻ വന്ന് നോക്കുമ്പോൾ ടി വിയിൽ ജീന്റെ മോന്റെ വീഡിയോ ആണ് ഓൺ ആവുന്നത്. മോൻ വന്ന് അച്ഛനോട് ചോദിക്കും, അച്ഛ എന്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ കളഞ്ഞിട്ട് പോയത്, എന്തിനാണ് എന്നെ ആ ബൈക്കാരന് വിട്ടുകൊടുത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കാൻ വരാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ജീൻ ആകെ തകർന്ന് അവിടെ ഇരുന്ന് പോവാണ്. സ്വന്തം മോൻ ടി വിയിൽ വന്ന് അങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ വേറൊരു ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം മന്ത്രവാദിയുടെ പരിപാടിയാണ്. ആ കാറിനുള്ളിലുള്ളത് ഒരു മന്ത്രവാദിയാണ്. ആ മന്ത്രവാദിയാണ് ജീന്റെ വീട്ടിന്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ചെയ്തു വെക്കുന്നത്. ഇത് ചെയ്തിട്ട് ആ മന്ത്രവാദി അവിടെ നിന്ന് പോകുന്നുണ്ട് കാറും എടുത്തിട്ട്. ഈ നേരം നോവ വീട്ടിലിരുന്ന് എന്തോ ഒരു കാര്യം ടൈപ്പ് ചെയ്യാണ്. അവന്റെ കഥയ്ക്ക് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ അവൻ ഇരിക്കുന്ന റൂമിലെ ലൈറ്റ് എല്ലാം കൂടെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോ ബൾബായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ആയി പോയി. എവിടെ നിന്നൊക്കെ ഒരു എമർജൻസി ലൈറ്റ് തപ്പി പിടിക്കുന്നുണ്ട്. നോക്കുമ്പോഴാവട്ടെ അവന്റെ ടൈപ്പ് റൈറ്റർ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുന്നുണ്ട്. അതിനകത്തൊരു കാര്യം ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ആയി വരികയാണ്, ആരോ ടൈപ്പ് ചെയ്ത് വെച്ചതുപോലെ. ഇനി ഇതിന്റെ പിന്നാലെ ആ ഒരു മന്ത്രവാദിയുടെ പിന്നാലെ നടക്കുവാണെങ്കിൽ നിന്റെ ആത്മാവിനെ ഞാൻ തിന്നും, അല്ലെങ്കിൽ നിന്റെ ശരീരം മൊത്തത്തിൽ ഞാൻ തിന്നും. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ നടന്നാൽ നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. നോവ ഇത് കണ്ട് ആകെ പേടിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ജീന്റെ പ്ലാൻ പ്രകാരം ആ പയ്യനെ കാണാനായിട്ട് ഒരുപാട് ഡ്രൈവ് ചെയ്ത് ആ പയ്യന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. പയ്യന്റെ അമ്മ ജീനെ വിളിച്ച് പയ്യന്റെ റൂമിൽ ചെല്ലുന്നുണ്ട്. പയ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. കുറെ നാളായിട്ട് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ജീനിനെ റൂമിലാക്കിയിട്ട് പയ്യന്റെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജീൻ വന്ന് ആ പയ്യനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പയ്യൻ വലുതായിട്ടൊന്നും മിണ്ടുന്നില്ല. പയ്യനോട് അനുവാദം വാങ്ങിക്കുന്നുണ്ട് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്തോട്ടെ എന്ന്. അതുകൊണ്ട് സമ്മതം കിട്ടിയത് കൊണ്ട് തന്നെ ജീൻ ആ റൂം എല്ലാം സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്ത് ആ പയ്യന്റെ ബാഗിൽ നിന്നൊരു ചാവി കിട്ടുന്നുണ്ട്. ഇതെന്തിന്റെ ചാവിയാണെന്ന് അറിയാനായിട്ട് വീണ്ടും സെർച്ച് ചെയ്ത് അവിടുത്തെ ഷെൽഫിൽ നിന്നൊരു സീക്രട്ട് ഡ്രോയർ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു പെട്ടി പുറത്തെടുക്കുന്നുണ്ട്. ആ പെട്ടി എടുത്ത് അയാൾ കാർ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. കാർ ഓടിച്ച് പോകുന്ന സമയത്താവട്ടെ അയാളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. കാർ സൈഡിൽ ഒതുക്കിയിട്ട് ആ പെട്ടിയിൽ എന്താണെന്ന് പരതി നോക്കുകയാണ്. നോക്കുമ്പോഴാവട്ടെ ആ മന്ത്രവാദിനെ പറ്റി കുറെ അധികം ഡീറ്റെയിൽസ് ഉണ്ട്. ഈ
പയ്യൻ മന്ത്രവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് ആ മന്ത്രവാദിനെ കൊല്ലാൻ പോയപ്പോഴാണ് ഈ പയ്യനെ പിടികൂടിയത്. അതുപോലെ ഈ മന്ത്രവാദിനെ കൊല്ലാനായിട്ട് അതിനകത്ത് കുറച്ചധികം സിൽവർ ബുള്ളറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോകൾ പരിശോധിച്ച് നോക്കുമ്പോഴാവട്ടെ ആ ഒരു മന്ത്രവാദി ആരാണെന്ന് മനസ്സിലാവുകയാണ്. മറ്റാരുമല്ല, ഇവരുടെ എല്ലാവരുടെയും കോച്ചായിട്ടുള്ള ആ ബേസ്ബാൾ പഠിപ്പിക്കുന്ന കോച്ചാണ്. നമ്മുടെ നോയയുടെ ബേസ്ബാൾ പഠിപ്പിക്കുന്ന കോച്ചാണ്. പല ഗ്രാമത്തിലും ഇയാൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അവിടുത്തെ കുട്ടികളുടെ ആത്മാക്കളെ തിന്നുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ കുട്ടികളെ മൊത്തത്തിൽ തിന്നുമായിരുന്നു. എന്നാൽ ഇപ്പൊ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ, കുട്ടികളെ ഒരുമിച്ച് കാണാതെ പോകുന്നത് കൊണ്ട് പ്രതികരിച്ചത് കൊണ്ട് തന്നെ അവരുടെ ആത്മാക്കളെ തിന്നാനായിട്ട് തുടങ്ങി. ഇപ്പൊ ഇത് ജീനിന് മനസ്സിലായി കാര്യങ്ങളെല്ലാം. അങ്ങനെ ജീനിന് മന്ത്രവാദി മനസ്സിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാറിന്റെ സ്പീഡ് കൂട്ടി അവിടെ നിന്ന് യാത്ര തിരികെയാണ്. ഇതേ നേരം നോയാണെങ്കിൽ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ആ കോച്ചും ഉണ്ട്. കോച്ച് ബാള് പിടിയാണ്. നോ ബാറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അയാളുടെ കയ്യിലുള്ള മുറിവ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിലുള്ള ഷൂവും ശ്രദ്ധിക്കുന്നുണ്ട്. ഷൂവിൽ റെഡ് ആൽക്കയുടെ കറ പറ്റിയിരിപ്പുണ്ട്. ആ കാട്ടിൽ ഓടുമ്പോഴല്ലേ റെഡ് ആൽക്കയെ പറ്റാറ്. നോയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്, ഇനി ഇവനാണോ മന്ത്രവാദി എന്ന്. എന്തായാലും അവൻ കളിക്ക് ശേഷം അവന്റെ ട്രീ ഹൗസിൽ വരുന്നുണ്ട്. മന്ത്രവാദിയെ പിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ആ ഒരു കോച്ചാണോ മന്ത്രവാദി എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവൻ പോകാനായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് അവന്റെ 2 കൂട്ടുകാർ വരുന്നുണ്ട്. മറ്റേ കൂട്ടുകാരനെ അറിയാലോ ഇങ്ങനൊരു മന്ത്രവാദി ഉണ്ടെന്ന്. അവൻ നോയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവന്റെ കൂടെ ചെല്ലാന്ന് പറയുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി മാത്രം അത് കൂട്ടാകുന്നില്ല. എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നോ ആദ്യം തന്നെ ഇറങ്ങിപ്പോകും. നിനക്കൊന്നും വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. പിന്നാലെ കൂട്ടുകാരനും പിന്നെ ഈ പെൺകുട്ടിക്ക് വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് തന്നെ അവളും ഇറങ്ങിച്ചെല്ലും. ഇവര് 3 പേരും കൂടെ ക്യാമറയും ബേസ് ബാറ്റൊക്കെ ആയിട്ട് അയാളുടെ വീട്ടിലോട്ട് നടന്ന് ചെല്ലുകയാണ്, ഈ കോച്ചിന്റെ വീട്ടിലോട്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടെ ക്യാമറ ഓണാക്കി കോച്ചിന്റെ വീട്ടിൽ കയറി നോക്കുമ്പോൾ അതൊരു പ്രേതാലയാണ്. ഒരു വൃത്തിയില്ല, എല്ലാം അടച്ചിട്ടതുപോലെ, വർഷങ്ങളായിട്ട് അടച്ചിട്ട വീട് പോലെ. അങ്ങനെ അവർ അതിന്റെ അകത്ത് കയറി ഓരോ കാര്യങ്ങൾ പരതും. നോക്കുമ്പോഴാവട്ടെ കുറച്ച് കുട്ടികളുടെ ഫോട്ടോ ഉണ്ട്. ഇതുവരെ കാണാതെ പോയ കുട്ടികളുടെ ഫോട്ടോ. അവസാനത്തെ ഫോട്ടോ അത് നമ്മുടെ നോയുടെയാണ്. ഇത് നോക്കിയെന്ന് പറഞ്ഞ് കാണിച്ചതും പെട്ടെന്ന് തന്നെ ആ കോച്ച് വന്ന് ഇവരെ ആക്രമിക്കുകയാണ്. ഇവരുടെ ബോധം പോയി. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവരെ 3 എണ്ണത്തിനെയും പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഇവര് കണ്ണ് തുറന്നതും അങ്ങോട്ട് ആ കോച്ച് വരുന്നുണ്ട്. അതൊരു മന്ത്രവാദിയാണ്. ഒരു ലൈറ്ററും കൊണ്ടുവന്ന് അവിടുത്തെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആ ലൈറ്റർ ടേബിളിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇവരുടെ അടുത്തൊരു കത്തിയും പിടിച്ചു വന്ന് ഇവർ എണ്ണയാണ്. 1 2 3 എണ്ണിയിട്ട് ഇവരിൽ ആരെ തിന്നണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കുട്ടികളെ തിന്നാനായിട്ട് അത്ര ആഗ്രഹമുണ്ട്, അത്രയും കൊതിമൂത്ത് നിൽക്കുകയാണ്. അങ്ങനെ എണ്ണീട്ട് നമ്മുടെ നോയനെയാണ് സെലക്ട് ചെയ്യുന്നത്. നോയനെ വലിച്ചെടുത്തോണ്ട് പോവാണ് അവനെ വെട്ടി മുറിച്ച് തിന്നാനായിട്ട്. ഈ പോകുന്ന വഴിക്ക് ടേബിളിൽ ഒരു ലൈറ്റർ വെച്ചിട്ടില്ലായിരുന്നു. അത് ചവിട്ടി നോ താഴെ ഇടുന്നുണ്ട്. ആ ലൈറ്ററിനെ ചവിട്ടി നേരെ കൂട്ടുകാർക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്തായാലും നോയനെ കൊല്ലാനായിട്ട് വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഈ നേരം നമ്മുടെ പിള്ളേര് കൂട്ടുകാരനും കൂട്ടുകാരിയും കൂടെ ലൈറ്റർ കത്തിച്ച് ആ ഒരു കയർ അറക്കുന്നുണ്ട്. കയർ എങ്ങനെയെങ്കിലും അഴിയുന്നുണ്ട്. അതുപോലെ കയർ കത്തിച്ചിട്ട് ആ ലൈറ്റർ നേരെ ഒരു കർട്ടന്റെ നേരെ വലിച്ചെറിയും. അറിയാതെ പേടിച്ച് വലിച്ചെറിഞ്ഞാണ് അത് അവിടെ പോയി കത്താനായിട്ട് തുടങ്ങും. ആ കർട്ടൻ തീ പിടിച്ച് വീട് ഫുള്ള് തീ പിടിക്കുകയാണ്. ഈ നേരം നോയനെ ആ ഒരു മന്ത്രവാദി വെട്ടിക്കൊല്ലാനായിട്ട് പോവാണ്. മന്ത്രവാദിയുടെ തനി രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു കോച്ചിന്റെ രൂപത്തിൽ നിന്ന് മുത്തശ്ശിയായിട്ടുള്ള മന്ത്രവാദിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. മന്ത്രവാദി നമ്മുടെ നോയനെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ ഇപ്പൊ രക്ഷപ്പെട്ട 2 പിള്ളേർ വന്ന് അതിൽ ആ കൊച്ചു പെൺകുട്ടി ഒരു ബേസ് ബാറ്റ് എടുത്ത് ആ ഒരു മന്ത്രവാദിന് ഒറ്റയടി. അത് കയ്യിലിരിക്കുന്ന ആ ഒരു കത്തിയിലാണ് അടിച്ചത്. കത്തി ദൂരോട്ട് തെറിച്ചു പോയി. മന്ത്രവാദിക്ക് ആകെ ദേഷ്യം വന്ന് ഈ പെൺകുട്ടീനെ തള്ളി ദൂരോട്ട് തെറിപ്പിക്കുകയാണ്. ആ നേരം കൊണ്ട് കൂട്ടുകാരൻ വന്ന് നോയുടെ കയ്യിലുള്ള കെട്ടഴിച്ചു. 2 പേരും കൂടെ അവിടെ ഓടുകയാണ്. ആ ഒരു പെൺകുട്ടീനെ വിളിച്ച് 3 പേരും കൂടെ പുറത്തോട്ടിറങ്ങി ഓടാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ മന്ത്രവാദിയാണെങ്കിൽ വലിയൊരു കത്തി എടുത്ത് അവരുടെ പിന്നാലെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരുടെ നെഞ്ചത്ത് കുറച്ചധികം ബുള്ളറ്റ് വന്ന് തളയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ബുള്ളറ്റ് കൊണ്ടിട്ട് അവർ ചാവുന്നില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ ജീനാണ്. ജീനിന് മനസ്സിലായി ഇവരെങ്ങനെയൊന്നും വിട്ടിട്ട് കാര്യമില്ല, സിൽവർ ബുള്ളറ്റ് തന്നെ ഉപയോഗിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ തോക്കില ഉണ്ട കളഞ്ഞിട്ട് ഒരു സിൽവർ ബുള്ളറ്റ് എടുത്തിട്ടുന്നുണ്ട്. മന്ത്രവാദി അടുത്തു വന്നതും ആ തോക്കെടുത്ത് ഒറ്റ പൊട്ടിയാണ്. അത് പൊട്ടിച്ചതും അവർക്കത് ഏൽക്കുന്നുണ്ട്. ശരീരത്തിൽ നിന്ന് പതിയെ ആത്മാവ് പറന്നു പോകുന്നുണ്ട്. എന്നാൽ അവരതെങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാണ്. ഈ ഒരു വെടികൊണ്ട മന്ത്രവാദി ആണെങ്കിൽ പെട്ടെന്ന് അവിടെ ഓടുന്നുണ്ട്. പിന്നാലെ തന്നെ ജീനും ഓടുന്നുണ്ട്. കൂട്ടുകാരനും കൂട്ടുകാരിയും കൂടെ ഇത് കണ്ട് പേടിച്ച് വീടിനുള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും. പക്ഷേ നോയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബേസ് ബാറ്റും എടുത്ത് ഈ മന്ത്രവാദി എങ്ങോട്ടാണോ പോയത് ആ ഒരു സ്ഥലത്തോട്ട് ചെല്ലും. അതൊരു ബേസ്മെന്റ് ആണ്. ഇവൻ മന്ത്രവാദിനെ കാണാതെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ജീൻ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഈ ജീൻ ആ മന്ത്രവാദി വലിച്ചെടുത്തോണ്ട് പോവാണ്. വലിച്ചെടുത്ത് ഈ ഒരു ജീനെ ദൂരോട്ട് തെറിപ്പിക്കും. ജീന്റെ കയ്യിലിരിക്കുന്ന തോക്ക് തെറിച്ചു പോകുന്നുണ്ട്. തോക്ക് താഴെ കിടപ്പുണ്ടല്ലോ. ഇതെടുക്കാനായിട്ട് നോ ചെല്ലാൻ നേരത്ത് ഈ ഒരു മന്ത്രവാദി അടുത്തോട്ട് വരുന്നുണ്ട്. ഇപ്പൊ താഴെ കിടക്കുന്ന തോക്ക് എടുക്കുകയാണെങ്കിൽ ആ മന്ത്രവാദിനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നോവ പെട്ടെന്ന് തന്നെ ആ തോക്ക് എടുക്കാനായിട്ട് ചാടി വീഴും. പക്ഷേ ഈ മന്ത്രവാദി അവനെ കയറി പിടിക്കുകയാണ്. അവൻ ആ തോക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. തോക്ക് മന്ത്രവാദി തട്ടി ദൂരോട്ട് തെറിപ്പിച്ച് കളയും. എന്നിട്ട് ഈ നോവനെ മുകളിലോട്ട് പിടിച്ച് പൊക്കുകയാണ്. അവന്റെ വായിൽ നിന്ന് അവന്റെ ആത്മാവിനെ വലിച്ചെടുക്കുന്നുണ്ട് ഈ മന്ത്രവാദി. വലിച്ചെടുത്ത് തീരാറാവുമ്പോഴാവട്ടെ കുറച്ചധികം വെടിശബ്ദങ്ങളാണ്. ഈ മന്ത്രവാദിയുടെ ദേഹത്ത് ബുള്ളറ്റ് കയറുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ജീനാണ്. വെടി കൊണ്ടതുകൊണ്ട് തന്നെ മന്ത്രവാദിക്ക് ആത്മാവിനെ വലിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. നോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മന്ത്രവാദി വീണ്ടും ഷൂട്ട് ചെയ്യും. അങ്ങനെ മന്ത്രവാദിയുടെ ദേഹത്ത് പല മുറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ മുറിവിൽ നിന്നെല്ലാം ഓരോ കുട്ടികളുടെ ആത്മാക്കള് പുറത്തോട്ട്
പുറത്തോട്ട് പോകുന്നുണ്ട്. വികാരം ഇല്ലാത്തത് ഇവർക്ക് ആത്മാക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ആത്മാക്കള് ഇവരുടെ ദേഹത്ത് നിന്ന് പോവാണ്. ഇത് ആ ഒരു ഗ്രാമം മൊത്തം പരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വീട് നിന്ന് കത്തുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ചാടിയ ഒരു ആത്മാവ് നേരെ ചെല്ലുന്നത് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പയ്യന്റെ വീട്ടിലാണ്. അവന്റെ ദേഹത്ത് ആ ഒരു ആത്മാവ് കയറിയതും അവൻ പഴയതുപോലെ ആവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ നോവ ഒരു കഥ എഴുതുന്നുണ്ട്. അവൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ആ കഥ തന്നെയാണ് എഴുതുന്നത്. അത് എഴുതിയിട്ട് ആ ഒരു പത്രക്കാരന് കൊണ്ടുവന്ന് കൊടുക്കും. ഇപ്രാവശ്യം പത്രക്കാരൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുകയാണ്. ഇതിനുശേഷം നോവയാണെങ്കിൽ ജീനിനെ പോയി കാണാണ്. ജീനി നാട് വിട്ട് ഭാര്യയെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ അതിനു മുമ്പ് നോവ ഒരു നന്ദി പ്രകാരം ജീനിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഇവര് തമ്മിൽ അത്ര അടുത്തിട്ടുണ്ട്. ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചതിന് ശേഷം അവിടുന്ന് സൈക്കിൾ എടുത്ത് പോകുന്നുണ്ട്. പിന്നീട് ഒരു ബേസ്ബോൾ മാച്ചാണ്. ബാറ്റ് ചെയ്യുന്നത് ബഡ്ഡിയാണ്. ബഡ്ഡി ഒരു വികാരം ഇല്ലാതെ ബാറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓരോ ബോൾ എറിയുമ്പോഴും അടിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ആത്മാവില്ല. അങ്ങനെ ഒന്നാമത്തെ ബോൾ എറിഞ്ഞതും അവൻ അടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ നേരം മണലിൽ നിന്ന് അവന്റെ കാലിലോട്ട് ആത്മാവ് കയറുന്നുണ്ട്. അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിലോട്ട് കയറുന്നുണ്ട്. കയറിയതും അവൻ പഴയതുപോലെ ആവുകയാണ്. അടുത്ത ബോൾ എറിയുമ്പോഴേക്കും ബഡ്ഡിയാണെങ്കിൽ ആ ബോൾ നല്ല രീതിയിൽ അടിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി ബഡ്ഡിക്ക് ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ബഡ്ഡി അവിടെ നോടി നേരെ നോവേന്റെ അടുത്ത് വരികയാണ്. ബാക്കിയുള്ള ആൾക്കാരും പിന്നാലെ വരും. നോവേനെ ബഡ്ഡി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ബഡ്ഡിനെ മുകളിലോട്ട് എടുത്ത് പൊക്കും. നോവയും അതിൽ ചേരുകയാണ്. വീണ്ടും ജീനിനെ കാണിക്കുകയാണെങ്കിൽ ജീൻ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് ഭാര്യയുള്ള സ്ഥലത്ത് വരുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഭാര്യനെ കാണാനായിട്ട് അടുത്തോട്ട് പോകുന്നുണ്ട്. ഭാര്യയും ജീനിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.